സോ അതുകൊണ്ടാണ് പറയുന്നത് ഡെമോക്രസി എന്നത് ജനങ്ങളുടെ ആധിപത്യം മാത്രമല്ല. ഡെമോക്രസി എന്നത് നമ്മളുടെ ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഇതിലെ ഫുൾ അതോറിറ്റിയും ജനങ്ങളുടെ കയ്യിലാണെന്നും അതോടൊപ്പം ഗവൺമെന്റ് അവരുടെ കൺസെന്റിനനുസരിച്ചാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്നും പറയുന്നു. ഡെമോക്രസിയുടെ ഒറിജിൻ തപ്പിപ്പോയ അതും ചെന്ന് നിൽക്കുന്നത് ഏൻഷ്യന്റ് ഏതൻസിൽ തന്നെയാണ്. അവിടെ ജനങ്ങളുടെ ഒപ്പീനിയൻ വെച്ചിട്ടായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ഡെമോക്രസി എന്ന വേർഡ് വന്നത് തന്നെ അവിടെ നിന്നാണ്. ഡെമോസ് എന്ന് പറയുമ്പോൾ പീപ്പിൾ, അതേപോലെ തന്നെ ക്രേറ്റോസ് മീനിങ് പവർ ഓർ റൂൾ. എബ്രഹാം ലിങ്കൺ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നാണ്. അതേസമയം ജോൺ ഡേവി ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തത് ഇങ്ങനെയാണ്. അതായത് മനുഷ്യന് ഫ്രീഡവും ഓപ്പർച്യൂണിറ്റിയും കൊടുത്താൽ അവരെയും സൊസൈറ്റിയെയും ഇംപ്രൂവ് ചെയ്യുമെന്ന ട്രസ്റ്റിനെയാണ് ഡെമോക്രസി എന്ന് പുള്ളി പറഞ്ഞത്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഡെമോക്രസി എന്നതൊരു ഫോം ഓഫ് ഗവൺമെന്റ് മാത്രമല്ല, എല്ലാവരുടെയും ക്ഷേമം ഉറപ്പാക്കേണ്ട ഒരു ജീവിത ശൈലി കൂടിയാണ്. ഇത് ഭൂരിപക്ഷത്തിന്റെ സന്തോഷം മാത്രമല്ല, പകരം എല്ലാ പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. സമത്വം, ജനാധിപത്യം, ഉത്തരവാദിത്വം ഒക്കെ ഡെമോക്രസി പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിലും കറപ്ഷൻ, രാഷ്ട്രീയ ധ്രുവീകരണം, വോട്ടേഴ്സിന്റെ അനാസക്തി, മിസ്യൂസ് ഓഫ് പവർ എന്നിവ ഇതിന്റെ വെല്ലുവിളികളാണ്. വെറും വെല്ലുവിളികളല്ല, വലിയ വെല്ലുവിളികളാണ്. ഇത് കാരണം പബ്ലിക്കിന്റെ വിശ്വാസവും ഡെമോക്രസിയുടെ സ്പിരിറ്റും തകരുന്നു. ഡെമോക്രസി കൊണ്ടാടുന്ന രാജ്യങ്ങളിൽ പോലും ഇലക്ഷൻ പ്രോസസ്സുകളിൽ വോട്ടേഴ്സിന്റെ ട്രൂ വില്ലാണോ ശരിക്കും നടക്കുന്നതെന്ന് സംശയകരമാണ്. പിന്നെ ഈ ജനാധിപത്യത്തിന്റെ ശക്തി വാനോളം ഉയർത്താൻ വേണ്ടിയിട്ട് ഒരാൾ തന്നെ 5-6 ഒക്കെ വോട്ട് ചെയ്യാറുണ്ടത്രേ. ഇനി ഏത് രാജ്യങ്ങളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FEKTYPKLZD ഇങ്ങനെ പേരുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. ഡെമോക്രസിയുടെ ഒതന്റിസിറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ മാത്രമല്ല, ജനങ്ങളുടെ ജാഗ്രതയിലും ആശ്രയിച്ചിരിക്കുന്നു. ചിലപ്പോൾ ആരും കാണാത്ത സമയത്ത് എത്തുന്ന വോട്ടുകളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്.